നമ്മൾ ബൈനറി ട്രീയുടെ കൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ബൈനറി ട്രീ എന്താണെന്നും സ്ട്രിക്ട്ലി ബൈനറി ട്രീ എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് കംപ്ലീറ്റ് ബൈനറി ട്രീയും എക്സ്റ്റെൻഡഡ് ബൈനറി ട്രീയുമാണ്. ഇനി കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ബൈനറി ട്രീ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ആ ബൈനറി ട്രീക്ക് n നോട്ട്സ് ഉണ്ട്. ഈ n നോട്ട്സും അതുപോലെ തന്നെ d ആണ് ആ നോട്ട്സിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് d ആണെങ്കിൽ അതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ അല്ലെങ്കിൽ ഒരു സ്ട്രിക്ട്ലി ബൈനറി ട്രീ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാ നോട്ട്സും എന്ന് പറയുന്നത് എല്ലാ ടെർമിനൽ നോട്ട്സും ലെവൽ ഡിയിലാണ് എങ്കിൽ മാത്രമേ അതിനെ നമുക്ക് ഒരു സ്ട്രിക്ട്ലി ബൈനറി ട്രീ എന്ന് പറയാൻ പറ്റുള്ളായിരുന്നു. അതായത് അതിനെ ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ കയ്യിലൊരു ട്രീ ഉണ്ട്, അതിന് n നോട്ട്സ് ആണുള്ളത്. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് d. ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ? താഴേക്ക് എത്ര ചൈൽഡുകളുണ്ട് എന്ന്, താഴോട്ട് എത്ര ചൈൽഡ് ഉണ്ടെന്നുള്ളതിൽ നമ്മൾ ഡെപ്തിൽ ചെക്ക് ചെയ്യുന്നത്. സോ ആ ഡെപ്ത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ട്രീയുടെ എല്ലാ നോട്ട്സും എല്ലാ എലമെൻറ്റ്സും, ഡേറ്റ എലമെൻറ്റ്സ് ഐറ്റത്തിനെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഈ നോട്ട്സ് എന്ന് പറയുന്നത്. എല്ലാ നോട്ട്സും d എന്ന് പറയുന്ന ഡെപ്ത് എത്രയുണ്ടോ അതിലാണ് എല്ലാ നോട്ട്സും എൻഡ് ചെയ്യുന്നത് എങ്കിൽ, ഫിഗർ നോക്കിയേ, എല്ലാ നോട്ട്സും ആ ഡെപ്തിൽ തന്നെയല്ല എല്ലാ ടെർമിനൽ നോട്ട്സും എൻഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഒരു കോംപ്ലക്സ് ബൈനറി നോഡെന്ന് ഈ കോംപ്ലക്സ് ബൈനറി നോഡെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എക്സാക്ട്ലി ലെവൽ 0യിൽ ഒരു നോഡ്, ദെൻ ലെവൽ 2 വരുമ്പോഴത്തേക്കും 2 നോഡ്, ലെവൽ 1 വരുമ്പം 2 നോഡ്, ലെവൽ 2 വരുമ്പം 4 നോഡ്സ്. എക്സാക്ട്ലി അങ്ങനെ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇപ്പം m നോഡ്സ് ആണ് ലെവൽ 1ലുള്ളതെങ്കിൽ ബൈനറി ട്രീക്ക് 2m നോഡ്സ് ആയിരിക്കും ലെവൽ 2ലുള്ളത്. അതായത് ലെവൽ 1ൽ m നോട്ട്സ്, അങ്ങനെയാണെങ്കിൽ ലെവൽ 2ൽ 2m ആയിരിക്കും, 2 × m നോട്ട്സ് ആയിരിക്കും അതിനുള്ളത്. അപ്പോൾ ലെവൽ 3ൽ എന്തായിരിക്കും, 3 × m നോട്ട്സ് ആയിരിക്കും അവർക്കുള്ളത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദെൻ നമുക്കെന്താണ് എക്സാക്ട്ലി 2m നോട്ട്സ് ആയിരിക്കും ഓരോ റേഞ്ചിലുള്ളത്. m എന്ന് പറയുന്നത് അതിൻ്റെ ലെവലിൻ്റെ നമ്പർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെവലിൻ്റെ നമ്പർ ആയിരിക്കും മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ലെവലിൻ്റെ വാല്യൂസ് നമുക്ക് 0 to d വരെ റേഞ്ച് ചെയ്യും. ലെവൽ നമ്മൾ പഠിച്ചില്ലേ, റൂട്ടിൻ്റെ എപ്പോഴും ലെവൽ 0 ആയിരിക്കും. ദെൻ 0 തൊട്ടിട്ട് അതിൻ്റെ ഡെപ്ത് എത്രയാണോ അത്രയും വരെ ലെവൽ നമ്പേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കും. ഈ ഫിഗർ നോക്കി, അതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീയുടെ എക്സാമ്പിളാണ്. ലെവൽ 0യിൽ നോക്ക്, എക്സാക്ട്ലി 2 raised to 0 എത്രയാണ്, 2 raised to 0 എത്രയാണ്, 1 നോഡാണുള്ളത്. ദെൻ ലെവൽ 2ൽ നോക്ക്, 2 raised to 1, ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അല്ലേ, 2 raised to 1 ഈക്വൽ ടു 2 നോട്ട്സ്. ദെൻ ലെവൽ 2ൽ എത്രയുണ്ട്, 2 raised to 2 ഈക്വൽ ടു 4 നോട്ട്സ്. അങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ നോട്ട്സിൻ്റെ നമ്പർ വരുന്നത്. ദെൻ ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീയിൽ നമുക്ക് ഓരോ ലെവലിലുമുള്ള നോട്ട്സ് എത്രയാണെന്ന് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം ആ ലെവലിൻ്റെ നമ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക, എൻ്റെ കയ്യിലുള്ളൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. അതിൻ്റെ ലെവൽ 3ൽ എത്ര നോട്ട്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? എങ്ങനെ കണ്ടുപിടിക്കാം? 2 raised to m എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ലെവലാണ്. 2 raised to 3 ചെയ്താൽ മതി, 8 നോട്ട്സ് ആയിരിക്കും എനിക്ക് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഫിഗറിലും 8 നോട്ട്സ് തന്നെ ഉണ്ടല്ലോ. ഓക്കെ, ഇനി ഒരു എക്സ്റ്റെൻഡഡ് ബൈനറി ട്രീയുടെ കൺസെപ്റ്റാണ് ഇനി പറയാൻ പോകുന്നത്. എക്സ്റ്റെൻഡഡ് ബൈനറി ട്രീ എന്ന് പറയുന്നത്, എക്സ്റ്റെൻഡഡ് ബൈനറി ട്രീ അല്ലെങ്കിൽ അതിനെ നമുക്ക് നമ്പർ 2ലെ 2 ട്രീ എന്നും പറയാൻ പറ്റും. ഒരു T എന്ന് പറയുന്ന ഒരു ബൈനറി ട്രീ, ഒരു എക്സ്റ്റെൻഡഡ് ബൈനറി ട്രീ അല്ലെങ്കിൽ ഒരു 2 ട്രീ ആകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ നോട്ട്സിനും എയ്തർ 0 അല്ലെങ്കിൽ 2 ചിൽഡ്രൻസ് ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ അപ് ടു 2 വരെയുള്ള ചൈൽഡ്സ് ഉണ്ടായിരിക്കും. 2 ചിൽഡ്രൻസ് ഉള്ള നോട്ട്സിനെ നമ്മൾ ഇൻറ്റേർണൽ നോട്ട്സ് എന്നും, 2 ചിൽഡ്രൻസ് ഉള്ള നോട്ട്സിനെ നമ്മൾ ഇൻറ്റേർണൽ നോട്ട്സ് എന്നും, ഇനി 0 ചിൽഡ്രൻസ് ഉള്ള നോട്ട്സിനെ നമ്മൾ എക്സ്റ്റേർണൽ നോട്ട്സ് എന്നും ആയിരിക്കും ഇവിടെ പറയുന്നത്. സോ ഡയഗ്രാംസിൽ സംടൈംസ് ഇൻറ്റേർണൽ നോട്ട്സിനെ സർക്കിൾ കൊണ്ടും അതുപോലെ തന്നെ എക്സ്റ്റേർണൽ നോട്ട്സിനെ സ്ക്വയേഴ്സ് കൊണ്ടുമായിരിക്കും റെപ്രസെൻ്റ് ചെയ്യിക്കുന്നത്.
എക്സ്റ്റെൻഡഡ് ബൈനറി ട്രീ എന്ന് പറയുന്നത് ഒരു ഇവിടെ എന്താണ് അത് അങ്ങനെ പേര് വരാൻ കാരണം എന്താണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുക ഫസ്റ്റ് ഫിഗർ 8.6 നോക്കുക. ഫിഗർ 8.6 ഒരു ബൈനറി ട്രീ തന്നിട്ടുണ്ട്. ആ ബൈനറി ട്രീയിലെ എല്ലാ നോട്ട്സും എന്താണ് നമ്മൾ സർക്കിൾസ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. ദെൻ ആ ബൈനറി ട്രീനെ നമ്മളൊരു എക്സ്റ്റെൻഡഡ് ബൈനറി ട്രീ ആക്കിയപ്പോൾ അതിലുള്ള എല്ലാ നോട്ട്സും സർക്കിളും അതുപോലെ തന്നെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ നോട്ട്സിനെ നമ്മളെന്താണ് ആ നോട്ട്സിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ വന്നിട്ടില്ലാത്തതിനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് അത് എന്ത് ചെയ്തു, എക്സ്റ്റെൻഡഡ് ടു ട്രീ റെപ്രസെൻറ്റേഷൻ ആക്കാനായിട്ട് റൈറ്റ് സൈഡിൽ ഇല്ലാത്തതിനെല്ലാം എന്ത് ചെയ്തു, സ്ക്വയർ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നോട്ട്സിൻ്റെ സ്ക്വയർ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് അതിനൊരു എക്സ്റ്റെൻഡഡ് ടു ട്രീ ആക്കിയേക്കുന്നു. മനസ്സിലായില്ലേ? ദെൻ ബൈനറി ട്രീയുടെ എക്സാമ്പിൾ അതിനൊരു ദെൻ ടു ട്രീയുടെ എക്സാമ്പിൾ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഫിഗേഴ്സ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ബൈനറി ട്രീ ആകുമ്പോഴത്തേക്ക് അവിടെ എന്തായിരിക്കും, എല്ലാ നോട്ട്സും സർക്കിൾ വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ബൈനറി ട്രീ അല്ലെങ്കിൽ ബൈനറി ടു ട്രീ അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ബൈനറി ട്രീ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സ്ക്വയേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും, എവിടെ ഡേറ്റ എലമെൻറ്റ്സ് ഇല്ലാത്ത. ഇപ്പം ഒരു നോഡിന് ലെഫ്റ്റ് ഉണ്ട് റൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിൽ സ്ക്വയർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഡിഫറൻസ് വരുന്നത്.